നമസ്കാരം. സലിം കുമാറും സുനിൽ പി ഇളയിടവും മനസ്സുതൊട്ട ഒരനുഭവം പറയാനുണ്ട്. അത് പറയുന്നതിന് മുമ്പ് മരണത്തെക്കുറിച്ച് സലിം കുമാർ പറഞ്ഞൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ തന്നെ നമുക്ക് കേൾക്കണം. റിപ്പോർട്ടർ ടി വിയിൽ 10-12 കൊല്ലം മുന്നേ മീറ്റ് ദി എഡിറ്റേഴ്സ് എന്നൊരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഞാനന്ന് അവിടെ ആ അഭിമുഖ പരിപാടിയിൽ പങ്കെടുത്ത ആളാണ്. അന്ന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആദ്യമായി നൽകിയൊരു അഭിമുഖമായിരുന്നു. അതിൽ മരണത്തെക്കുറിച്ച് അദ്ദേഹം തൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞിരുന്നു. നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്ത മരണവാർത്തകളിലൂടെ മഹാനാക്കപ്പെട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹം. അന്നേരം ഒരുപാട് മരണവാർത്ത അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹം ആശുപത്രി പോയ ഉടനെ മരണവാർത്ത വരും, അങ്ങനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു രസകരമായ കഥ കേട്ടുകൊണ്ട് തുടങ്ങി. വാർത്ത നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ മരണത്തിന്റെ രഹസ്യം? മരണം എനിക്ക് പുത്തിരിയല്ല. കാരണം 10 പ്രാവശ്യം, അത് എനിക്ക് മുന്നേ മരിച്ച വിശ്വാസമാണ് ഏറ്റവും കൂടുതൽ 8 പ്രാവശ്യം വരുന്ന അദ്ദേഹത്തിൻ്റെ റെക്കോർഡ്. ആ റെക്കോർഡ് ഞാൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മരിച്ചതിൽ റെക്കോർഡ് എന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുന്നതിൽ റെക്കോർഡ് എന്ന് വെച്ചാൽ ചെറിയൊരു കാര്യമില്ല. പിന്നെ മരണം ഒരു വ്യക്തിയെ മഹാനാക്കും എന്നൊരു പഴമൊഴി എന്നിലൂടെ അന്വർത്ഥമാകുകയാണ്. അതിൻ്റെ ഞാൻ വായിച്ചപ്പോൾ മഹാനറിഞ്ഞ് യാത്രയായി എന്നാണ് കൊടുത്തേക്കണത്, ക്യാപ്ഷൻ കൊടുത്തേക്കണതാ. അതെനിക്കിഷ്ടം ഏതായാലും. കാരണം മരിച്ചപ്പോഴെങ്കിലും എന്നെ ഒരു മഹാനായിട്ട്, അത് നിസ്സാര പേരല്ല, ഏതാണ്ട് ഒത്തിരി ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ ഷെയർ ചെയ്തുകയും ലൈക്ക് ചെയ്ത ഒരു ഇതായിരുന്നു അത്. അപ്പോൾ എനിക്കൊരു അഭിമാനം തോന്നി, അത് വായിച്ചപ്പോൾ ഒരു കുളിരൊക്കെ തോന്നി. ഒന്നും മരിച്ചെങ്കിൽ എന്താ, ഞാൻ മഹാനായല്ലോ എന്നുള്ളതൊരു സംതൃപ്തി തോന്നാൻ. പ്രചരിക്കുന്ന ദിവസം സിനിമാക്കാരൊക്കെ വീട്ടിലേക്ക് വിളിച്ച് അന്വേഷിക്കാറുണ്ടോ? അല്ല, സിനിമാക്കാർ എന്നെയല്ലേ വിളിക്കണത്. സിനിമാക്കാർ കുറച്ച് ബുദ്ധിമാന്മാരാണ്. വേറെ ആളുകളെ വിളിച്ചിട്ട് എന്തോ പുള്ളിക്ക് എന്തോ അങ്ങനെ ആ ലൈനിലാണ്. അല്ലാത്ത ഈ പാവങ്ങളാണ് എന്നെ വിളിക്കണത്. ഹലോ, അപ്പോൾ ഞാൻ ഹലോ എന്താ വിളിച്ചത്, സുഖമല്ലേ? രാത്രി കൂടി ഞാൻ പറഞ്ഞു എത്തോരം സമയം ഉണ്ടായിരുന്നു ഈ അർദ്ധരാത്രി വിളിച്ചിട്ട് സുഖമില്ലേ? അപ്പോൾ ഒരു മരിച്ചെടുക്കുന്ന ആളെ ഇങ്ങനെ ശല്യപ്പെടുത്തരുത്, അതൊന്നും ഇത് റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക. അങ്ങനത്തെ കൂടുതൽ അത് ആദ്യമായിട്ടാണ് ഒരാൾ മരിച്ചു എന്ന് കേട്ടിട്ട് അയാളെ ഫോൺ ചെയ്യുക. അത് ലോകത്ത് എവിടെ നടക്കും? അത് ജീവിതത്തിലേക്കുള്ള ഒരു രണ്ടാം വരവായിരുന്നു സലിം കുമാറിന് അത്. കാരണം മദ്യത്തിലൂടെ അദ്ദേഹത്തിന് കനത്ത തിക്താനുഭവം ജീവിതത്തിൽ അനുഭവിക്കുകയും വീണ്ടും അതിജീവിച്ച് തിരിച്ചു വരാനുള്ള ഒരു പ്രത്യേക സാഹചര്യം ഒരുങ്ങി വരികയുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് പറയാനും മടിയുണ്ടായില്ല. ആ തിരിച്ചറിവ്, മദ്യത്തെക്കുറിച്ചുള്ള ആ തിരിച്ചറിവ് അദ്ദേഹം ആ അഭിമുഖത്തിൽ എന്ന് പറഞ്ഞിരുന്നു. ഞാനൊരു കാലത്ത് ചിന്തിച്ചിട്ടുണ്ട്, പ്രസംഗിക്കാൻ പോകുമ്പോൾ എനിക്ക് ഒരു 3 പെഗ് അടിക്കാണ്ട് എനിക്ക് പ്രസംഗിക്കാൻ പോകാൻ പറ്റില്ല. അത് വിശ്വാസമാണ് എൻ്റെത്. എന്നാലും എൻ്റെ പ്രസംഗം ശരിയാവുകയുള്ളൂ. എനിക്ക് കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. ഒരു മാറ്റമുണ്ട്. നമ്മൾ കുറേ വിശ്വാസങ്ങളുണ്ട്. 2 അടിക്കണം, ഇപ്പോൾ ഇൻ്റർവ്യൂ വന്നിരിക്കണം, 2 അടിച്ചാലൊന്നും അവർ ചോദ്യങ്ങൾക്ക് ശക്തിയുക്തമായിട്ട് മറുപടി പറയാം എന്നൊക്കെയുള്ള, അത് നമ്മുടെ അന്ധവിശ്വാസം എന്ന് പറയുന്ന പോലെ തന്നെ ഒരു വിശ്വാസമാണ്. അതിൻ്റെ ഒരിക്കലും ആവശ്യമില്ല, ഇതിൻ്റെ ആവശ്യമില്ല. ഇതിനോട് ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയം കൂടി അന്ന് നിലവിലുണ്ടായിരുന്നു. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലമാണ്. ആ കാലത്ത് പ്രധാനമായി ബാറ് പൂട്ടുന്നതും അടക്കുന്നതും തുറക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വലിയ വിവാദം ഉണ്ടായിരുന്നു. കോൺഗ്രസ്സുകാരനാണല്ലോ, സ്വാഭാവികമായിട്ടും കോൺഗ്രസിനകത്ത് ഈ വിഷയത്തിൽ വലിയൊരു രണ്ട് നിലപാടുകാരുണ്ട്. ഒന്ന് VM സുധീരൻ ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞാലും എന്നാൽ ഇതൊക്കെ വേണമെന്ന് മൃദു നിലപാടുള്ളവരുണ്ട്. അതിന് തങ്ങളുടെ ആളുടെ കൂടെയാണ്. ഇപ്പോൾ ഈ ബാറിൻ്റെ നിലവാര തകർച്ചയാണല്ലോ നമ്മുടെ പൂട്ടാനുള്ള ഒരു കാരണം. നിലവാരമില്ലായ്മ, മോശം സാഹചര്യം. ചാരയുള്ള സമയത്ത് തുടങ്ങിയിട്ടുണ്ടോ? അതെ, നമ്മൾ ചാരയുള്ള സമയത്ത്. അപ്പോൾ ഈ ബാറിൻ്റെയൊക്കെ ഈ നിലവാര തകർച്ച കാരണം പൂട്ടുന്ന ആളുകൾ ഇന്നത്തെ ഹോസ്പിറ്റലിൽ എന്താ നിലവാരമുള്ളത്? ഇപ്പോൾ സലിം കുമാർ നമുക്കൊപ്പമില്ല. അദ്ദേഹത്തിൻ്റെ വിടവ് മലയാളികളെ ആകെ വേദനിപ്പിച്ചു. അതിനിടയിൽ മലയാളി തൊട്ട ഒരു അനുസ്മരണം സുനിൽ പി ഇളയിടത്തിൻ്റെതാണ്. ആ അനുസ്മരണം കൂടി നിങ്ങളെ കേൾപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അദ്ദേഹം എഴുതുന്നു, 1984-85 കാലയളവിലാവണം സലിം കുമാർ മാല്യങ്കര SNM കോളേജിൽ പ്രീ-ഡിഗ്രി വിദ്യാർത്ഥിയായി എത്തിയത്. ഉച്ചത്തിലുള്ള ചിരിയും മണ്ണിൽ വേരുള്ള തമാശകളും മെലിഞ്ഞ ശരീരപ്രകൃതിയുമുള്ള ഒരാൾ. തൻ്റെ ചിരി കൊണ്ട് സലിം അന്നേ ക്യാമ്പസിൽ നിറഞ്ഞിരുന്നു. ഉറക്കച്ചിരിച്ചും കൂടെയുള്ളവരെ എല്ലാം നിറയെ ചിരിപ്പിച്ചും ക്യാമ്പസിനെ സലിം കുമാർ ഇളക്കി മറിച്ചു. പിന്നീട് ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ ഹാസ്യം പാവപ്പെട്ടവൻ്റെ കലയാണ് എന്ന് സലിം കുമാർ പറഞ്ഞത് വായിച്ചപ്പോൾ ഞാൻ ആ പഴയ ചിരിയെക്കുറിച്ചാണ് ഓർത്തത്. വയറെരിഞ്ഞും തല പുകഞ്ഞുമുള്ള ചിരിയായിരുന്നു അത്. ഞങ്ങൾ ഇരുവരുടെയും സുഹൃത്തായിരുന്ന രജിനാഥ് വഴിയാണ് ഞാൻ സലിം കുമാറുമായി അടുത്തത്. രജിനാഥ് ക്യാമ്പസിലെ മികച്ച അഭിനേതാവായിരുന്നു. നല്ല രസികത്വമുള്ള ഒരാൾ. കാമ്പും കനവുമുള്ള ഫലിതങ്ങൾ രജി ഓരോന്നായി പറയും. രജിനാഥിനെയും സലിമിനെയും
സലീമിനെയും തമ്മിൽ ഇണക്കിയതും ആ ഫലിതങ്ങളാവണം. അവരുടെ തമാശകൾക്കിടയിലിരുന്ന് ഞങ്ങൾ ആർത്തലച്ചു ചിരിച്ചു. ഫലിതത്തിൻ്റെ കലവറ അവരിൽ ഒഴിഞ്ഞതേയില്ല. സലിംകുമാർ ക്യാമ്പസിലെത്തിയ കാലത്ത് ഞാൻ ആദ്യവർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. സജീവമായ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കാലം. അക്കാലത്ത് ഒരു തവണ രജിനാഥായിരുന്നു ഞങ്ങളുടെ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി സ്ഥാനാർത്ഥി. മറുഭാഗത്ത് സലിംകുമാർ. 2 കലാകാരന്മാർ തമ്മിലുള്ള ചൂടേറിയ മത്സരം. 100-ലധികം വോട്ടുകൾക്ക് രജിനാഥ് അന്ന് ജയിച്ചു. തോറ്റവരെയും നാടിനാവശ്യമുണ്ടെന്ന് പറഞ്ഞ് സലിംകുമാർ ചിരിപ്പിച്ചു. ഞങ്ങളെല്ലാവരും സലീമിനൊപ്പം ചിരിച്ചു. പിന്നീടും സുഹൃത്തുക്കളായി ഒരുമിച്ച് നടന്നു. അക്കാലത്തും ദൃഢമായ രാഷ്ട്രീയ നിലപാടുകളുള്ള ഒരാളായിരുന്നു സലീം. അടിയുറച്ച KSU പ്രവർത്തകൻ. സൗഹൃദങ്ങളുടെയോ പദവിയുടെയോ പ്രശസ്തിയുടെയോ പേരിൽ തൻ്റെ ബോധ്യങ്ങൾ സലിംകുമാർ മറച്ചു പിടിച്ചിരുന്നില്ല. മാലിങ്കര കോളേജ് അക്കാലത്തെ SFIയുടെ ശക്തി കേന്ദ്രമാണ്. അവിടെ KSUക്കാരനായി നിലനിൽക്കുന്നതിൽ ലാഭമൊന്നുമില്ലായിരുന്നു. സലിംകുമാർ അത്തരം നഷ്ടങ്ങളെ വകവച്ചതേയില്ല. അതും അന്നും പിന്നീടും. മാലിങ്കര കോളേജ് അക്കാലത്ത് പലപ്പോഴും സംഘർഷഭരിതമായിരുന്നു. ഒരു ദിവസം ഇരു കൂട്ടർക്കുമിടയിൽ ചെറുതായി തുടങ്ങിയ വാക്കുതർക്കം പതിയെ പതിയെ അടിയിലേക്ക് വളർന്നു. ഇതേക്കുറിച്ചൊന്നും അറിയാതെ സലീം ഉച്ചയോടെയാണ് ക്യാമ്പസിലെത്തിയത്. സംഘർഷം മുറുകും എന്നറിയാമായിരുന്നതുകൊണ്ട് ഞാൻ അപ്പം തന്നെ എന്തോ പറഞ്ഞ് സലീമിനെ കോളേജിൽ നിന്നും മടക്കി അയച്ചു. പിൽക്കാലത്ത് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനത്തിൽ ഒന്നിൽ സ്വന്തം സംഘടനക്കാരിൽ നിന്ന് എന്നെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സുനിലിനായിരുന്നു എന്ന് പറഞ്ഞ് സലീംകുമാർ നിറഞ്ഞു ചിരിച്ചു. മാലിങ്കരയിൽ നിന്ന് സലിംകുമാർ മഹാരാജാസിലേക്ക് എത്തി. അവിടെ നിന്ന് കലാഭവനിലേക്ക്, പിന്നെ സിനിമയിലേക്ക് എല്ലാം പടർന്നു. മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ പേരുകളിൽ ഒന്നായി. ഇന്ത്യയിലെ സമുന്നതരായ നടന്മാരിൽ ഒരാളായ ഭരത് സലിംകുമാറായി. സ്നേഹാഭിമാനങ്ങളോടെ ഞങ്ങൾ അന്ന് അകലെ നിന്ന് അത് കണ്ടു. മാലിങ്കര കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ സാഗയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് സലിംകുമാറുമായി ഞാൻ കൂടിച്ചേരുന്നത്. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന അനൂപ് പ്രതാപിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടനയായിരുന്നു അത്. മാലിങ്കര കോളേജിൽ വെച്ച് നടന്ന സാഗയുടെ വാർഷിക സമ്മേളനങ്ങളിലെല്ലാം സലിംകുമാർ ഉണ്ടാവുമായിരുന്നു. പലപ്പോഴും ഞാനും. ഒരു തവണ ദുബായിൽ നടന്ന സാഗ ഫെസ്റ്റിവലിലും സലിംകുമാറിനൊപ്പം ഞാൻ പങ്കെടുത്തു. കാലവും ജീവിതവും കൊണ്ട് അകന്നുപോയ ഞങ്ങളുടെ വഴികൾ സാഗയിലൂടെ വീണ്ടും ഇണങ്ങി. ഈശ്വര വഴക്കില്ലല്ലോ എന്നായിരുന്നു സലിംകുമാർ തൻ്റെ ഓർമ്മക്കുറിപ്പുകൾക്ക് നൽകിയ പേര്. വലിയൊരു ചിരിയുടെയും ചിന്തയുടെയും പേരായിരുന്നത്. സലിംകുമാറിൻ്റെ ജീവിത വീക്ഷണത്തിൻ്റെ കാതലാണ് ആ വാക്യമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വിദ്വേഷവും കാലുഷ്യവും കലരാതെ ജീവിതത്തെ നോക്കി ഉറക്കച്ചിരിച്ച ഒരാൾ. ലോകത്തോടും മനുഷ്യരോടും സലിമിന് ഉദാരമായ സ്നേഹമുണ്ടായിരുന്നു. എല്ലാത്തിനെയും വലിയൊരു ചിരിയിൽ അലിയിക്കാൻ അതിന് കഴിഞ്ഞു. നിശിതമായ ജീവിത ബോധ്യങ്ങളായിരുന്നു സലിമിൻ്റേത്. ചുറ്റുമുള്ള സമൂഹത്തെയും ജീവിതത്തെയും കുറിച്ചുള്ള ആഴമേറിയ തിരിച്ചറിവ് അതിൽ നിറഞ്ഞു നിന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ ചെയർമാനാകാൻ അന്നത്തെ കൃഷിമന്ത്രിയായിരുന്ന ശരത് പവാർ പണിപ്പെടുന്നതിനെക്കുറിച്ച് ഇന്ത്യയിലെ കൃഷിമന്ത്രിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ക്രിക്കറ്റ് ബോർഡ് ചെയർമാനാകണമെന്നാണ്. പിന്നെ ഈ നാടെങ്ങനെ നന്നാകുമെന്ന് ചോദിച്ച സലിംകുമാർ ഒരു അഭിമുഖത്തിൽ ഉറക്കെ ചിരിക്കുന്നുണ്ട്. ജീവിതത്തിൽ വേരുള്ള രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ ചിരിയും ചോദ്യവുമായിരുന്നു അത്. അങ്ങനെ ചോദിക്കാനുള്ള ബലവും ചരിത്ര വിവേകവുമുള്ള താരങ്ങൾ നമുക്ക് ഏറെയൊന്നും ഉണ്ടായിട്ടില്ല. രണ്ടറ്റങ്ങളിലും തൊടുന്നതായിരുന്നു സലിംകുമാറിൻ്റെ അഭിനയ രീതി. ചിലപ്പോഴൊക്കെ അത് ഉച്ചത്തിലുള്ളതും ശബ്ദായമാനവുമായി, മറ്റു ചിലപ്പോഴൊക്കെ സൂക്ഷ്മവും നിശബ്ദവുമായി. രണ്ടിടത്തും സലിംകുമാർ അനായാസമായാണ് നിലകൊണ്ടത്. ആദ്യകാല സിനിമകളിലെ കഥാപാത്രങ്ങളിൽ സലിംകുമാർ തന്നെ കൂരി നിറച്ചു. പിന്നീട് ഇങ്ങോട്ട് കഥാപാത്രത്തിൽ നിന്നും തന്നെ അഴിച്ചു മാറ്റി. കഥാപാത്രങ്ങളിൽ താനായി നിറയാനും കഥാപാത്രങ്ങളിൽ നിന്ന് സ്വയം മറയാനും സലിമിന് കഴിയുമായിരുന്നു. അയാൾ രണ്ടറ്റങ്ങളിൽ ജീവിച്ചു. ഒടുവിൽ കണ്ടത് ഒരു കൊല്ലത്തിനപ്പുറമാണ്. വീട്ടിലുണ്ടോ എന്ന് ചോദിച്ച് പെട്ടെന്നൊരു ദിവസം സലിം വിളിച്ചു. പിറ്റേന്നോ മറ്റോ വീട്ടിലേക്ക് വന്നു. സലീമിൻ്റെ ബാല്യകാല സുഹൃത്തും പറവൂരിലെ EMS പഠന കേന്ദ്രത്തിൻ്റെ പ്രധാന പ്രവർത്തകനുമായ ദേവദാസിനൊപ്പമാണ് സലിം വന്നത്. തൻ്റെ ഓർമ്മക്കുറിപ്പുകളുടെ പുസ്തകം സലിം അന്ന് എനിക്ക് സമ്മാനമായി തന്നു. മുമ്പേ തന്നെ ഞാനത് വാങ്ങിയിരുന്നെങ്കിലും ആ ഉപഹാരം വലിയ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. സലിം അന്ന് ക്ഷീണിതനായിരുന്നു. എങ്കിലും കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. പതിവ് പോലെ പലതും പറഞ്ഞു ചിരിച്ചു. 1 മണിക്കൂറോളം ഇരുന്ന ശേഷം സലിം യാത്ര പറഞ്ഞ് മടങ്ങി. പിന്നീടൊരു കൂടിക്കാഴ്ച ഉണ്ടായില്ല. ഞായറാഴ്ച രാവിലെ പറവൂർ ടൗൺ ഹാളിൽ വലിയൊരു ജനാവലിക്ക് നടുവിൽ സലിം നിശ്ചലനായി നിന്നു. ആൾക്കൂട്ടത്തിന് നടുവിൽ നിശബ്ദനും നിശ്ചലനുമായ സലിമിൻ്റെ ദൃശ്യം അസാധാരണമായ ഒന്നായിരുന്നു. സലിമിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടായി കാണില്ല. നിറഞ്ഞു കവിയുന്ന ജീവിതോത്സാഹമായിരുന്നു അയാൾ. മരണത്തിന് മാത്രമേ അതിനെ മറികടക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഉച്ചയോടെ ടൗൺ ഹാളിൽ വലിയ തിരക്കായി. സമയത്തിൽ നിന്നും കാലത്തിലേക്കുമുള്ള സലിം കുമാറിൻ്റെ യാത്ര തുടങ്ങുകയായിരുന്നു. ചുറ്റും നിറയെ മനുഷ്യർ. മുഖ്യമന്ത്രി മുതൽ എണ്ണമറ്റ ചലച്ചിത്ര താരങ്ങൾ വരെയുള്ളവർ. സലിംകുമാറിനെ അറിയുന്നവരും സലിംകുമാർ നേരിട്ടറിയാത്തവരുമായ 100 കണക്കിന് മനുഷ്യർ പുറത്ത് മഴ നനഞ്ഞ് ക്ഷമയോടെ ക്യൂ നിന്നു. ടൗൺ ഹാൾ തിങ്ങി നിറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ പതിയെ പുറത്തേക്കിറങ്ങി. ധാരാളം പരിചയക്കാർ. അവരോട് ചുരുക്കം ചില വാക്കുകൾ പറഞ്ഞ് ടൗൺ ഹാളിന് പുറത്തേക്ക് നടന്നു. നിറഞ്ഞു പടരുന്ന ഒരു ചിരി ഓർമ്മയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. ടൗൺ ഹാളിന് പുറത്ത് കടന്ന് റോഡരികിലൂടെ ഞാൻ പതുക്കെ നടന്നു. ഒരാകാശ നക്ഷത്രം കൂടി വിരിയുന്നല്ലോ എന്ന് മനസ്സിലോർത്തു. പാവമീ നാടിൻ സ്വർണ്ണ കിണ്ണമായിരുന്നവൻ ദാ നോക്കൂ വാനിൽ പൂർണ്ണചന്ദ്രനായ അവൻ വീണ്ടും പ്രിയനെ വിട എന്നാണ് സുനിൽ പിള്ളയുടെ എഴുതി അവസാനിപ്പിക്കുന്നത്.
മഹാപ്രതിഭകൾ മരണാനന്തരവും നമ്മളെക്കൊണ്ട് അവരെക്കുറിച്ച് സംസാരിപ്പിക്കും എന്നാണ് പറയാറുള്ളത്. ജീവിച്ചിരിക്കുമ്പോൾ വന്ന വ്യാജ മരണവാർത്തകളിൽ മഹാൻ എന്ന വിളി ആസ്വദിച്ചയാളായിരുന്നു സലിംകുമാർ. മരണാനന്തരം നാട് അത് അനുഭവിക്കുന്നു. മഹാനടൻ്റെ ജീവിതവും കഥാപാത്രങ്ങളും നാട് ചർച്ച ചെയ്യുന്നു. ഒരിക്കൽ കൂടി വിട. നന്ദി, നമസ്കാരം.